ശബരിമലയിൽ സിനിമാ ചിത്രീകരണത്തിന് അനുമതി നൽകി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. അതിമനോഹരം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനാണ് അനുമതി നൽകിയത്. കർശന ഉപാധികളോടെയാണ് അനുമതി നൽകിയതെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു. സിനിമാ തിരക്കഥ ബോർഡിന് മുൻപാകെ സമർപ്പിക്കണം. ശബരിമലയെയോ വിശ്വാസത്തെയോ അവഹേളിക്കുകയോ അപമാനിക്കുകയോ ചെയ്യുന്ന രംഗങ്ങൾ പാടില്ല എന്നതടക്കമുള്ള നിബന്ധനകൾ പാലിക്കണമെന്നാണ് നിർദ്ദേശം. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ഒപ്പം ചേരുകയാണ്. ഗോകുല്, ഈ ശബരിമലയിലൊക്കെ ചിത്രീകരണം നടത്താൻ അനുമതി കൊടുക്കുന്നു, ഉപാധികളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ സംഭവിക്കണമെന്ന് ഉറപ്പില്ലല്ലോ. അതുതന്നെയാണ് കൃഷ്ണരാജ്. അതായത് ശബരിമല അതീവ സുരക്ഷാ മേഖലയാണ്. ഈ മേഖലയിൽ സിനിമാ ചിത്രീകരണം മുമ്പും നടത്തിയിട്ടുണ്ട്. പക്ഷേ സമീപകാലങ്ങളിലൊക്കെ ആയിട്ട് അവിടം കേന്ദ്രീകരിച്ചുകൊണ്ട് സിനിമാ ചിത്രീകരണം നടന്നതൊക്കെ വലിയ വിവാദങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പരാതികളും കേസുകളും ഒക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ പുതിയൊരു സിനിമയുടെ ചിത്രീകരണത്തിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമലയിൽ അനുമതി നൽകിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. തരുൺമൂർത്തി സംവിധായകനായി മോഹൻലാൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അതിമനോഹരം എന്ന് പറയുന്ന സിനിമയുടെ രണ്ടാമത്തെ ഷെഡ്യൂൾ ചിത്രീകരണമാണ് ശബരിമലയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് ദേവസ്വം ബോർഡ് അനുമതി നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയകുമാറിന്റെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരുകയും ആ യോഗത്തിന് ശേഷമാണ് അനുമതി നൽകാൻ മറ്റ് തടസ്സങ്ങളൊന്നുമില്ല എന്നുള്ളൊരു കാര്യം തരുൺമൂർത്തിയെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. തരുൺമൂർത്തി തന്നെ നേരിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ സമീപിച്ചാണ് അനുമതി തേടിയിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഒപ്പം കർശന ഉപാധികളോട് കൂടിയിട്ടാണ് ഈ അനുമതി നൽകിയിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനം ഈ സിനിമയുടെ തിരക്കഥ പൂർണ്ണമായിട്ടും ആദ്യഘട്ടത്തിൽ തന്നെ ദേവസ്വം ബോർഡിന് മുൻപാകെ കൈമാറണം. ദേവസ്വം ബോർഡ് അത് പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും ബാക്കി തുടർ നടപടികൾ ഉണ്ടാവുക. അതോടൊപ്പം തന്നെ ശബരിമലയെയോ വിശ്വാസത്തെയോ ക്ഷേത്ര ആചാരങ്ങളെയോ അവഹേളിക്കുകയോ അപമാനിക്കുകയോ ഇകഴ്ത്തുകയോ ചെയ്യുന്ന ഒരു രംഗങ്ങളോ പരാമർശങ്ങളോ ഒന്നും തന്നെ തിരക്കഥയിലോ സിനിമയിലോ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം കൂടി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ക്ഷേത്ര വിശുദ്ധിക്ക് നിരക്കാത്തതായിട്ടുള്ള യാതൊരു കർമ്മങ്ങളും ഈ ചിത്രീകരണ വേളയിലൊന്നും ശബരിമലയുടെയോ ശബരിമലയുടെ പരിസരത്തോ പ്രദേശങ്ങളിലോ ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു മാനദണ്ഡം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ ബോർഡ് നിർദ്ദേശിക്കുന്ന തുക ദേവസ്വം ബോർഡിന് മുൻപാകെ കെട്ടിവെച്ചതിന് ശേഷം മാത്രമേ ഈ ചിത്രീകരണം ആരംഭിക്കാവൂ എന്നുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഈ രീതിയിലുള്ള കർശനമായിട്ടുള്ള ഉപാധികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും എന്ന് മുതൽ ചിത്രീകരണം തുടങ്ങുമെന്നുള്ള കാര്യത്തിൽ വ്യക്തത ഉണ്ടായിട്ടില്ല. ഉടൻ തന്നെ തുടങ്ങും. സിനിമയുടെ രണ്ടാമത്തെ ഷെഡ്യൂളാണ് ഈ രീതിയിൽ ചിത്രീകരണം ആരംഭിക്കുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഒരു സിനിമയുടെ ചിത്രീകരണം അനുമതി കൂടാതെ പമ്പയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ആയിട്ട് മകരവിളക്ക് ദിവസം ചിത്രീകരിച്ചത്. അതിനുശേഷം വലിയ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ അതിനെതിരായിട്ട് പരാതി നൽകുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സംഭവത്തിൽ നിയമ നടപടികൾ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ രീതിയിൽ അനുമതി എന്തായാലും തേടിക്കൊണ്ട് സിനിമാ ചിത്രീകരണത്തിന് ഇത്തരത്തിൽ തരുൺമൂർത്തി ദേവസ്വം ബോർഡിനെ സമീപിച്ചത്. അതിന് അനുമതി നൽകുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഹൈക്കോടതിയുടെ അനുമതി ഈ വിഷയത്തിൽ ഇപ്പോൾ നൽകിയിട്ടുള്ള അനുമതിയിൽ കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഹൈക്കോടതിയുടെ അനുമതി അങ്ങനെ പ്രത്യേകിച്ച് വാങ്ങേണ്ടതില്ല. ഇത് ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിന് കീഴിലുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ രീതിയിൽ തീരുമാനം കൈക്കൊണ്ടത് എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് അധികൃതർ തന്നെ ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത്. മുമ്പ് ഈ രീതിയിലുള്ള സംഭവം ഉണ്ടായപ്പോൾ ഹൈക്കോടതിയെ അറിയിച്ചത് വലിയ വിവാദങ്ങളൊന്നും ഉണ്ടാകേണ്ട എന്നുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഹൈക്കോടതിയെ അറിയിച്ചത്. എന്തായാലും ഇവിടെ ഹൈക്കോടതിയെ അറിയിക്കേണ്ടതായിട്ടുള്ളൊരു നിയമ സംവിധാന വ്യവസ്ഥകളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ബോർഡ് നേരിട്ട് തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ സംഭവം ഇനി ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക, ഇതിനെതിരെ ഏതെങ്കിലും രീതിയിലുള്ള പരാതികളടക്കം ഉണ്ടാകുമോ എന്നുള്ള കാര്യം ഇനി കണ്ടറിയേണ്ടതാണ്. കൃഷ്ണരാജ്, ശരി. ഏതായാലും ശബരിമലയിൽ സിനിമാ ചിത്രീകരണത്തിന് അനുമതി നൽകുകയാണ്. അവിടെ തിരക്കഥ ബോർഡിന് മുൻപാകെ സമർപ്പിക്കണം. ശബരിമലയെയോ വിശ്വാസത്തെയോ അവഹേളിക്കുകയോ അപമാനിക്കുകയോ ചെയ്യുന്ന രംഗങ്ങൾ പാടില്ല എന്നടക്കം നിബന്ധനകളൊക്കെയുണ്ട്. അത് പാലിക്കപ്പെടട്ടെ. വിവരങ്ങളുമായി ഒപ്പം ചേർന്നത് ഗോകുൽ രമേശ്.